വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും കാരണമായിട്ടില്ലെന്ന് CPMന്റെ വിലയിരുത്തൽ. ഇടതുമുന്നണിക്കെതിരെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രാഥമിക പരിശോധനയിലാണ് ഈ വിലയിരുത്തൽ. അടുത്ത ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റികൾ യോഗം ചേർന്ന് ഫലം വിശദമായി അവലോകനം ചെയ്യുമെന്നും അതിനുശേഷം തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. കുതിര കച്ചവടത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള സമീപനം പാർട്ടി ഒരു ഘട്ടത്തിലും സ്വീകരിക്കുന്നില്ല. ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വരാൻ തയ്യാറുള്ള സ്വതന്ത്രന്മാരുൾപ്പെടെയുള്ളവരുമായൊക്കെ ചേർന്ന് ചില സ്ഥലങ്ങളിൽ തൈ വന്നിട്ടുള്ള പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ ഉണ്ട്. അവിടെ അങ്ങനെയുള്ളവരുമായി ചേർന്ന് ഭരണത്തിലേക്ക് വരിക എന്നതിൻ്റെ അപ്പുറം BJP ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്തികൾക്ക് തുല്യമായ നിലയിൽ പ്രചാരവേല നടത്തുന്ന ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ചേർന്ന ലീഗും അതുപോലെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ഒരു മുന്നണിയുടെയും പ്രശ്നം പാർട്ടി ആലോചിക്കുന്നേ ഇല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ലെന്നാണ് CPMന്റെ പ്രാഥമിക വിലയിരുത്തൽ. അങ്ങനെ തിരിച്ചടിയായെങ്കിൽ BJP വലിയ വിജയം നേടുമായിരുന്നില്ലേ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിക്കുന്നത്. ക്ഷേത്ര നഗരങ്ങളിലടക്കം BJP പിന്നിൽ പോയി. അതുകൊണ്ട് തന്നെ പന്തളത്ത് CPM വലിയ മുന്നേറ്റമുണ്ടാക്കുന്നത് ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായില്ലെന്നാണ് CPMന്റെ വിലയിരുത്തൽ. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാർ അടക്കമുള്ളവർക്കെതിരെ പാർട്ടി നടപടി കുറ്റപത്രം നൽകിയ ശേഷം ഉണ്ടാവുകയുള്ളൂ എന്നും CPM സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇടതുമുന്നണിക്ക് വിരുദ്ധമായി ഉണ്ടായി എന്ന പ്രചരണമുണ്ട്. എന്നാൽ അതും CPM ഈ ഘട്ടത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ എങ്ങനെയാണ് മലപ്പുറത്ത് 10 ലക്ഷത്തിലധികം വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കുക? ഒരു സമുദായങ്ങളുടെയും എതിർ നിലപാട്, ഒരു ഏകീകൃത നിലപാട് തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന അടക്കം CPMനെതിരായ ചോദ്യം അത്തരം കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകും. പരിശോധിച്ച ശേഷം മാത്രമേ ആ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ തോൽവിയുണ്ടാകാൻ കാരണം കോൺഗ്രസും BJPയും ചേർന്ന് 40ഓളം സീറ്റുകളിൽ ഒത്തുകളിച്ചതിന്റെ ഫലമാണ്. അവിടെ ഈ സീറ്റുകളിൽ 1000-ൽ താഴെ വോട്ട് കോൺഗ്രസ് ലഭിച്ച 40ഓളം സീറ്റുകളുണ്ട്. അതൊക്കെ BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ തെളിവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. പക്ഷേ കൊല്ലത്തെ തോൽവിയും പ്രത്യേകം പരിശോധിക്കും. കൊല്ലം നഗരമേഖലയിലാണ് വലിയ പരാജയമുണ്ടായത്. അത് പരിശോധിക്കുമെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഇല്ല, വിരുദ്ധ വികാരമൊന്നുമില്ല, എല്ലാവർക്കും അറിയില്ല. പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞ പന്തളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുക. അതുപോലെ തന്നെ ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലും അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടതുപക്ഷമാണ് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയത്. ഒരു തിരിച്ചടിയില്ല. സർക്കാരിന്റെ മികച്ച പ്രവർത്തനമുണ്ടായിട്ടും എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യത്തിലാകും പരിശോധനയെന്ന് CPM പറയുന്നു. അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് CPMന്റെ നിലപാട്. അത്തരം കാര്യം ഇപ്പോഴത്തെ പരിശോധന അത് വ്യക്തമായിട്ടില്ല. കൂടുതൽ പരിശോധനകൾ ഈ മാസം അവസാനത്തോടുകൂടി 27, 28 സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായി എല്ലാ ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ചേർന്ന് പരാജയ കാരണങ്ങൾ വിശദമായി വിലയിരുത്തും. അതിനുശേഷമാകും പരാജയത്തിൽ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുക എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഒരു കാര്യം CPM ഉറപ്പിച്ചു പറയുന്നു, CPMന്റെ അടിത്തറ നഷ്ടപ്പെട്ടിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് ശക്തമായി തന്നെ തുടരുന്നു. 58 സീറ്റുകളെന്ന ഒരു കണക്ക് ചില മാധ്യമങ്ങൾ പുറത്തു പറയും. 58 സീറ്റുകൾ ഇപ്പോഴും ഇടതുമുന്നണിക്കുണ്ട്. അതല്ല, അതിനപ്പുറത്തേക്കുള്ള സീറ്റുകളുണ്ട്. അതിശക്തമായ അടിത്തറ ഇടതുമുന്നണിക്ക് ഇപ്പോഴുമുണ്ട്. തെറ്റുകൾ തിരുത്തി പോരായ്മകൾ പരിഹരിച്ച് തിരിച്ചുവരും. 3ാം ടേമിലും ഇടതുഭരണം സംസ്ഥാനത്ത് ഉറപ്പാണെന്നും MV ഗോവിന്ദൻ അവകാശപ്പെടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ആഘാതം സൃഷ്ടിച്ചുവെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വാഭാവികമായി അതിനകത്ത് ഒന്നിലേക്ക് ചുരുങ്ങേണ്ടത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട്. ഇത് ഭാഗത്ത് ആ നേട്ടങ്ങൾ കുറച്ച് കണ്ട കാര്യമില്ല. നേട്ടങ്ങളുണ്ട്. ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ചെയ്യാത്തത്രയും
പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെൻറ്റാണ്. ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റി ചിന്തിക്കണം.